ഇന്ന് നമ്മളിവിടെ പഠന വിധേയമാക്കുന്നത് വിമർശകരാൽ ഏറെ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു പദം, ഇസ്ലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നേരെ ഏറെ അപവാദങ്ങളും അന്യായങ്ങളും ആരോപിക്കപ്പെട്ട ഒരു വിഷയം, ജിസിയ. എന്താണ് ജിസിയ? ആരുടെ മേൽ ബാധ്യതയാണ് ജിസിയ? അതെത്ര, എങ്ങനെ തുടങ്ങിയ കുറേ ഭാഗങ്ങൾ ഇതിൽ പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാ സന്ദർഭത്തെയും പോലെ ചരിത്ര കഥകളല്ല ഇത്, ചരിത്രത്തിലെ കുറേ കണക്കുകളും ചരിത്രപരമായിട്ടുള്ള കുറേ വിഷയങ്ങളുമാണ്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു വിഷയവുമാണ്. കാരണം പല മുസ്ലിമീങ്ങൾക്കും ഈ ജിസിയയുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളും വിഷയങ്ങളും അറിയില്ല എന്നുള്ളതാണൊരു സങ്കടകരമായ യാഥാർത്ഥ്യം. ജിസിയ ജസാഇൻ്റെ പര്യായ പദമാണ്. ജസാ പ്രതിഫലമാണ്, പകരം കനിയപ്പെടുന്നതാണ്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, സുഹൃതം ചെയ്യുന്നതിൻ്റെ ജസാ സുഹൃതമല്ലാതെ മറ്റെന്താണെന്ന് പറഞ്ഞില്ലേ? അവിടെ അൽ ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. ജസാകുമുല്ലാഹു ഖൈറ എന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി കൂടിയപ്പോൾ അൻസാരികൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ ഒരു നേതൃത്വത്തെ നിശ്ചയിക്കുമ്പോഴും അതിലൊരു സഹായിയായി ഒരു അൻസാരിയെ വെക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെയും മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും ഒരാളെ തീരുമാനിക്കപ്പെടണമെന്ന് അൻസാരികളുടെ അഭിപ്രായം അവർ ഉന്നയിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുന്നുണ്ട്, യാ മഅ്ശറൽ അൻസാർ ജസാകുമുല്ലാഹു ഖൈറ, അൻസാരികളെ അള്ളാഹു നിങ്ങൾക്ക് ഖൈർ പ്രതിഫലം നൽകട്ടെ. അവിടെ ജസാകുമുല്ലാഹു ഖൈറ, അതിൽ നിന്നാണ് ഈ ജസാകുമുല്ലാ ജസാ, അതിൽ നിന്നാണ് ജിസിയയും ജസാവുമൊക്കെ. ഇസ്ലാമിൽ മാത്രം അറിയപ്പെട്ടൊരു സാങ്കേതിക ശബ്ദമല്ല ജിസിയ. അതാത് സർക്കാരുകൾക്കും ഭരണാധികാരികളുമൊക്കെ രാജാക്കന്മാരുമൊക്കെ നിശ്ചയിക്കുന്ന കരം, കപ്പം, ആദായ നികുതി അല്ലെങ്കിൽ ഫലം, ഇതൊക്കെ ജിസിയ ആയിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇസ്ലാമിൽ അന്നാളുകളിൽ അറിയപ്പെട്ടിരുന്നത് പോലെയുള്ള ഒരു ജിസിയ സമ്പ്രദായം അതൊരിക്കലും ഉണ്ടായിട്ടില്ല, നിശ്ചയിക്കപ്പെട്ടിട്ടുമില്ല. ആരുടെ മേലാണ് ജിസിയ? എല്ലാ ആൾവിഭാഗങ്ങൾക്കും, മനുഷ്യരിൽ എല്ലാ ജനങ്ങളുടെയും മേൽ ജിസിയ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല, നിയമമാക്കിയിട്ടില്ല. ജിസിയ മുസ്ലിമീങ്ങളോട് യുദ്ധത്തിനൊരുങ്ങുകയും അങ്ങനെ യുദ്ധം വേണ്ടെന്ന വിഷയത്തിൽ പിന്നെ സുൽഹാവുകയും സന്ധിയാവുകയും ചെയ്ത യോദ്ധാക്കളുടെ മേൽ ചുമത്തപ്പെടുന്ന സാമ്പത്തിക ബാധ്യതയാണ് ജിസിയ. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരന്മാർ ഇസ്ലാമിക രാഷ്ട്രത്തിന് നൽകേണ്ട സാമ്പത്തിക ബാധ്യതയാണ്, അവരെ സംരക്ഷിക്കുവാനുള്ള സാമ്പത്തിക ബാധ്യതയാണ് ജിസിയ എന്ന്. ഇത് മഹാ തെറ്റാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ
അവിടെയുള്ള അമുസ്ലിം പൗരന്മാർ ഭരണകൂടത്തിന് സാമ്പത്തിക ബാധ്യത നൽകാൻ ഇസ്ലാം കൽപ്പിക്കണില്ല, ബാധ്യതയാക്കുന്നുമില്ല. പിന്നെയോ യോദ്ധാക്കളായി പുറപ്പെട്ടവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയും സന്ധി വ്യവസ്ഥയിൽ ഒത്തുതീർപ്പാകുകയും ചെയ്താൽ ആ യോദ്ധാക്കളുടെ മേൽ ചുമത്തപ്പെടുന്ന സാമ്പത്തിക ബാധ്യതയാണ് ജിസിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ സർവ്വസൈന്യാധിപനോട് പറയും, ഇദാ ലഖീത അദുവക മിനൽ മുശ്രികീൻ, മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള നിന്റെ ശത്രുവെ നീ കണ്ടുമുട്ടിയാൽ ഉദുഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ഫഇൻഹും അതാഉക ലിദാലിക് ഫഖ്ബൽ മിൻഹും വകുഫ അൻഹും, അതവർ സ്വീകരിച്ചാൽ പിന്നെ അവരോട് യുദ്ധം പാടില്ല. ഫൈൻ അബൗ, ഇനി അവർ അതിന് വിസമ്മതിക്കുകയാണ് എങ്കിൽ ഫസൽഹുമുൽ ജിസിയ, അവരോട് ജിസിയ ചോദിക്കണം. ഫൈൻ ഖബിലൂഹ, അതവർ സ്വീകരിക്കുകയാണ് എങ്കിൽ ഫഖുദ് മിൻഹും വകുഫ അൻഹും, പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പാടുള്ളതല്ല, ജിസിയ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ ശത്രുവിനോട് യുദ്ധം ഉണ്ടായാൽ ഇസ്ലാം ആദ്യം അവിടെ യുദ്ധമല്ല, പിന്നെ അവിടെയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ്. അത് സ്വീകരിച്ചാൽ, അത് സത്യസന്ധമായി സ്വീകരിച്ചാലില്ലെങ്കിലും ഉപരിപ്ലവമായാലും ഖലാസ്, അത് അവിടുന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇനി അതിനവർ വിസമ്മതിക്കുകയാണെങ്കിൽ ജിസിയ അവരോട് ആവശ്യപ്പെടുക, ഈ യോദ്ധാക്കളോട്. അതിനവർ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ യുദ്ധം പാടില്ല. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്.